2 ദിവസം കൊണ്ട് തിരുവനന്തപുരം ഏതൊക്കെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ കാണാൻ പറ്റും. ഞങ്ങൾ 2 ദിവസം സ്റ്റേ ചെയ്തിട്ട് എവിടെയൊക്കെ പോയി എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചിരുന്നത്. അത് സ്കിപ്പ് ചെയ്യാതെ കാണാം. ഒരു ടൈറ്റ് ഷെഡ്യൂളായിരുന്നു എങ്കിലും റിലാക്സ് ചെയ്ത് എല്ലാം കണ്ടു. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാലുള്ളൂ അതിൻ്റെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക് യു. വൈകുന്നേരം 5 മണിക്കാണ് റെയിൽവേ സ്റ്റേഷനിൽ ഇന്ത്യ ഭാരത് ലാൻഡ് ചെയ്ത്. അതിനുശേഷം ഞങ്ങളൊരു അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്ത് അവിടെ പോയി. ആദ്യമായിട്ട് ചെയ്തത് ഒരു ക്യാബ് ബുക്ക് ചെയ്യാമെന്ന്, ഒരു ടാക്സി, ഒരു മാംഗോ ക്യാബ്സ് തന്നെ കാർ വിളിച്ചിട്ട് നമ്മൾ അവരെ ബുക്ക് ചെയ്തു. അങ്ങനെയാണ് ഫസ്റ്റായിട്ട് നമ്മൾ പൊന്മുടി പോകുന്നത്. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഈ 2 ദിവസം തിരുവനന്തപുരത്ത് എന്തൊക്കെ സ്ഥലങ്ങളിൽ കാണാം, അതാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾ പറയാൻ പോകുന്നത്. കുറേ കൂടുതൽ സ്ഥലങ്ങളുണ്ട്, പക്ഷേ 2 ദിവസം പ്രത്യേക ഏതൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ സന്ദർശിച്ചെന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. ആദ്യമായിട്ട് ഞങ്ങൾ പോയത് പൊന്മുടിയിലാണ് പോയത്. ഈ മാംഗോ ക്യാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു 24 hours അവരെ വിളിച്ചു കഴിഞ്ഞാൽ ബുക്ക് ചെയ്തു. ഒരു ഇന്നോവ കാറ് 120 കിലോമീറ്റർ 12 hours, അങ്ങനെ റേറ്റ്. അതിന് ഒരു 4200. അങ്ങനെ 60 കിലോമീറ്റർ ദൂരമുള്ള പൊന്മുടിയാണ് ആദ്യമായിട്ട് ഞങ്ങൾ യാത്ര പോയത്. രാവിലെ എണീറ്റ് പൊന്മുടി പോയി. പൊന്മുടിയിലെ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. പൊന്മുടി ഗോൾഡൻ പീക്ക് ഹിൽ സ്റ്റേഷനാണ്. ഏകദേശം 1200 മീറ്റർ ഹൈറ്റിലാണ് പൊന്മുടി. അതായത് 3600 ഫീറ്റ് സമുദ്രനിരപ്പിൽ നിന്ന്. വിതുരയിൽ നിന്ന് 22 കിലോമീറ്റർ. ഇത് പശ്ചിമഘട്ടത്തിലെ ഒരു സുഖവാസ കേന്ദ്രമാണ്. ഇതിനോട് ബന്ധപ്പെട്ട് പല കാടുകളും അഗസ്ത്യാർമുടിയൊക്കെ ഉണ്ട്, കുറേ ദൂരെ കാണുന്നുണ്ടല്ലോ. ഹയസ്റ്റ് പീക്കാണത് പശ്ചിമഘട്ടത്തിൽ. അങ്ങനെ പൊന്മുടി കഴിഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷൻ പൂവാർ. നമ്മൾ നേരിട്ട് തിരുവനന്തപുരം പോകാതെ ഡയറക്റ്റ് പൂവാറിൽ പോയി. ഇത് നെയ്യാർപ്പുഴ അഴിമുഖത്ത് എത്തുന്നതിന് മുമ്പുള്ള ബാക്ക് വാട്ടേഴ്സാണത്. ഇത് തെങ്ങിൻ തൊഴിപ്പിൽ കൂടെയും മറ്റും ഒഴുകി ഇത് സരോവരം എന്നുള്ളൊരു റിസോർട്ടിനെ കിട്ടിയിട്ടുണ്ട്. ഒരു 5 സ്റ്റാർ റിസോർട്ടുണ്ട് സരോവരം. അവരെ ഫ്ലോട്ടിംഗ് വില്ലകളാണിത്. കായലിൽ, അതായത് നെല്ലാർ പുഴയാണത്. നെല്ലാർ പുഴൻ്റെ അഴിമുഖത്താണത്. അഴിമുഖത്ത് ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് ഉണ്ട്, അതൊരു ഫ്ലോട്ടിംഗ് വില്ലകളുണ്ട്. ഒരു നല്ലൊരു സൈറ്റാണത്. ആ കാണുന്നത് ഇത് അഴിമുഖമാണ്. അഴിമുഖം ഇപ്പോൾ കടലിനോട് ബന്ധപ്പെട്ടിട്ടില്ല, അവർ അതെല്ലാം ശരിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ പാറ, ഒരു ആനപ്പാറുണ്ട്, ഇവിടെ കുറേ കുരിശുകൾ മലകളുണ്ട്. അങ്ങനെ പല കാഴ്ചകളുണ്ട് ഇവിടെ ബോട്ടിൽ പോകുന്നത്. നല്ലൊരു സീനാണത്. അതൊരിക്കലും മിസ്സാക്കാൻ പറ്റാതാണ് ഈ പൂവാർ ബാക്ക് വാട്ടർ റൈഡ്.
ഇതാണ് അഴിമുഖം. നെയ്യാർ പുഴയുടെ ലാസ്റ്റ് അറേബ്യൻ സീയോട് ചേർന്ന് ഉള്ള അഴിമുഖമാണത്. ഓക്കെ, അവിടെ മണൽ വന്ന് മണൽത്തിട്ടായിരിക്കുന്നു. അവരിപ്പോൾ ഈ അഴിമുഖത്ത് അതിന് കണക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വെള്ളം കയറുമ്പോൾ കടലിനോട് യോജിക്കും, എങ്കിലും നല്ലൊരു ബ്യൂട്ടിഫുൾ ബീച്ചാണത്. ഓക്കെ, അതിലേക്ക് വേറെ എൻട്രൻസ് ഒന്നുമില്ല, നമ്മൾ ബോട്ടിൽ തന്നെ ഇങ്ങോട്ട് വരണം. ഇതാണ് വിഴിഞ്ഞം. അതായത് പൂവാറിൽ നിന്ന് ഏകദേശം പൂവാറ് ഒരു 30 കിലോമീറ്റർ അല്ലേ, ഇതൊരു 18 ഒരു 5-6 കിലോമീറ്റർ ഉണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആണ് വിഴിഞ്ഞം. ഇതിനടുത്ത് തന്നെ 3 കിലോമീറ്റർ കഴിഞ്ഞ് കോവളത്തേക്ക്. അത് വിഴിഞ്ഞറിയല്ലോ, അത് ഫേമസ് പോർട്ട്, അതായത് ഇൻ്റർനാഷണൽ സീ റൂട്ടിന് അടുത്ത് കിടക്കുന്ന ഒരു പോർട്ടാണ്, പുതിയതായിട്ട് ഉണ്ടാക്കുകയാണ്. അഡാനി പോർട്ട്സാണ് ഉണ്ടാക്കുന്നത്. റിലയൻസിൻ്റെ LNT ആണ് കൺസ്ട്രക്ഷന്. അങ്ങനെ പല വിശേഷങ്ങളുണ്ട്. ഏറ്റവും ആഴം കൂടിയ ഒരു പോർട്ടാണത്. അത് അറബിക്കടലിലെ ഏറ്റവും ആഴം കൂടി ഇൻ്റർനാഷണൽ റൂട്ടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പോർട്ടാണത്. അതിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ പൂവാറ് കഴിഞ്ഞിട്ട് നേരെ വിഴിഞ്ഞത്ത് പിന്നെ ശേഷം കോട്ടയം. ഇനി അവിടുന്ന് തിരിച്ച് കോവളം കുറച്ച് 3 കിലോമീറ്റർ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് തന്നെ പോകും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ സൂ കാണാൻ ഇറങ്ങി. സൂ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം സിറ്റിൻ്റെ സെൻറ്ററിലാണ് സൂ ഉള്ളത്. ഏകദേശം 55 ഏക്കർ സ്ഥലത്താണ് ഈ സൂ ഉള്ളത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ഈ തിരുവനന്തപുരം സൂ. നമ്മൾ സൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മനസ്സിലുണ്ടാവില്ല ഒരു കാഴ്ചപ്പാട്, ഒരു ചെറിയ സൂ ആയിരിക്കുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല തിരുവനന്തപുരം സൂ. പണ്ട് മഹാരാജാക്കന്മാരുടെ കാലത്താണ് ഈ സൂ ഉണ്ടാക്കിയിട്ടുള്ളത്. 55 ഏക്കറിൽ സിറ്റിൻ്റെ നടുവിലാണ്. അന്ന് സിറ്റി ആയിരിക്കില്ല, ഇപ്പോൾ സിറ്റി ആയിരിക്കും. നല്ലൊരു ബ്യൂട്ടിഫുൾ സ്ഥലത്താണ് ഈ ഒരു എക്കോ വൈവിധ്യങ്ങളും പല വൃക്ഷങ്ങളും ചെടികളും അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ട് നടന്നാൽ തന്നെ ഒരു ഭയങ്കര ഒരു വൈബാണ്. എത്രയും പ്രതീക്ഷയില്ല. നമ്മൾ പല സ്ഥലത്തും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ കീപ്പ് ചെയ്തിരിക്കുന്നതല്ല. മൃഗങ്ങളൊക്കെ കുറവാണ്, എങ്കിലും മറ്റ് ബാക്കപ്പ് ഫെസിലിറ്റികൾ ഭയങ്കരമായിട്ടുണ്ട്. മുളകിടും മരങ്ങളും എല്ലാവിധ മരങ്ങളും ഉണ്ട്. പഴയ ഓൾഡ് ഏകദേശം 200 കൊല്ലത്തോളം പഴക്കേണ്ടതിന്. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു സൂ ഉണ്ടാക്കാൻ പറ്റുമോ തിരുവനന്തപുരത്തിൻ്റെ സെൻറ്ററിൽ? അതിൽ വെള്ളക്കെട്ടുകളും കുളങ്ങളും ഇനി അതില്ലാത്തൊരു സംഗതികളില്ല. ഏതായാലും ഇനി സൂവിൻ്റെ കാഴ്ചകളൊന്നും കാണാം. അത് സൂ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല തിരുവനന്തപുരം വന്നു കഴിഞ്ഞാൽ. തിരുവനന്തപുരം വരികയാണെങ്കിൽ ഒരിക്കലും മിസ്സാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഇവിടുത്തെ സൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരിക്ക് ഒന്നിലും ഉണ്ടാക്കിയ ഒന്നുമില്ല. അത് 200 കൊല്ലം പഴക്കേണ്ടത്. ഇത്രയും പഴയ മരങ്ങളും അതുപോലെ കുളങ്ങളും മൃഗങ്ങൾ ഒക്കെ കുറവാണെങ്കിൽ കൂടിയിട്ട് ബാക്കി വല്ല ഫെസിലിറ്റികളും സൗകര്യങ്ങളും എല്ലാം വളരെ അടിപൊളിയാണ് കംപ്ലീറ്റ്. അതായത് നാച്ചുറലിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വളരെ ഇഷ്ടപ്പെടും. ബട്ടർഫ്ലൈ പാർക്ക്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അവിടെ സൂവിൽ. അപ്പോൾ തിരുവനന്തപുരം വരികയാണെങ്കിൽ ഒരിക്കലും സൂ മിസ്സാക്കരുത്. ഓക്കെ, ഇതാണ് സൂവിൻ്റെ അകത്തുള്ള അക്വേറിയം. കൂടാതെ ഒരു നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഉണ്ട്. അക്വേറിയൊക്കെ വളരെ നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ പക്ഷേ ചെറിയ സ്മോൾ അക്വേറിയമാണ്. അത് കഴിഞ്ഞ് പിന്നെ 3D ഷോ ഉണ്ട്, പിന്നെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഉണ്ട്. കുറേ മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നാഷണൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ. അക്വേറിയത്തിൽ അത്യാവശ്യം വിഷ്വലെല്ലാം ഉണ്ട്. കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണത്. ബ്ലാക്ക് ഷാപ്പർ
ഇതിൻ്റെ ഇല്ലുള്ള ഇത് ഭീമാപള്ളി. ഭീമാപള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ചരിത്രങ്ങളും ഉറങ്ങുന്ന ഒരു പള്ളിയാണിത്. കേസാടിൻ്റെ ഷിഫ്റ്റ് പത്മനാഭ സ്വാമി ക്ഷേത്രം.